Were you able to understand what they were saying? അവർ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നോ? എന്തൊന്നും മിണ്ടാത്ത? ഓക്കെ, നമുക്ക് ഓക്കെ കോർപ്പസ് കലോസത്തിനെ കുറിച്ച് കൂടുതൽ നോക്കാം. എന്താണ് അതിന്റെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. Alright. So, corpus callosum എന്ന് പറഞ്ഞാൽ it is a lot of connections. ഒരുപാട് കണക്ഷൻസ് ആണുള്ളത്. മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഓഫ് ഫൈബർ കണക്ഷൻസ് ആണ് നമുക്ക് കാണാൻ. നിയോ കോർട്ടെക്സിൽ തന്നെ 3 ടൈപ്പ് ഫൈബർ കണക്ഷൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുക. അസോസിയേഷൻ ഫൈബേഴ്സ്, പ്രൊജക്ഷൻ ഫൈബേഴ്സ്, കമ്മീഷണൽ ഫൈബേഴ്സ്. അങ്ങനെ 3 ഫൈബർ കണക്ഷൻസ് ആണ് നമുക്ക് നിയോ കോർട്ടെക്സിന്റെ കാണാനായിട്ട് സാധിക്കുക ബ്രെയിനില്. അതിൽ തന്നെ അസോസിയേഷൻ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാല് ഒരേ സെഗ്മെന്റിലുള്ള ഡിഫറെന്റ് പാർട്ടിനെ അസോസിയേറ്റ് ചെയ്യുന്നതാണ് അസോസിയേഷൻ ഫൈബേഴ്സ്. ഇറ്റ് കണക്ട്സ് ഡിഫറെന്റ് പാർട്സ് ഓഫ് സെയിം സെറിബ്രൽ ഹെമിസ്ഫിയർ. റൈറ്റ് ഹെമിസ്ഫിയർ ആണെങ്കിൽ റൈറ്റ് ഹെമിസ്ഫിയറിലുള്ള ഒന്നും കേൾക്കില്ലല്ലോ. എന്താ കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഒന്നുകൂടെ പറയോ അസോസിയേഷൻ ഫൈബേഴ്സ് മുതലേ. ഓക്കെ, നമ്മള് കോർപ്പസ് കലോസത്തിന്റെ അനാറ്റമിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, അപ്പം മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഓഫ് ഫൈബർ കണക്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു നിയോ കോർട്ടൽ ഏരിയയിൽ കാണാൻ കഴിയുക. നിയോ കോർട്ടെക്സിൽ അല്ലെങ്കിൽ കോർട്ടെക്സിന്റെ ഏരിയയിൽ 3 മേജർ ടൈപ്സ് ഓഫ് ഫൈബർ കണക്ഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അതില് അസോസിയേഷൻ ഫൈബേഴ്സ്, പ്രൊജക്ഷൻ ഫൈബേഴ്സ് ആൻഡ് കമ്മീഷണൽ ഫൈബേഴ്സ് ആണുള്ളത്. അസോസിയേഷൻ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാല് ഇറ്റ് കണക്ട് ഡിഫറെന്റ് പാർട്ട് ഓഫ് സെയിം സെറിബ്രൽ ഹെമിസ്ഫിയർ. ഒരേ ഹെമിസ്ഫിയറിന്റെ ഉള്ളിലുള്ള ഡിഫറെന്റ് പാർട്ടിനെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന ആളാണ് അസോസിയേഷൻ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ സേയിങ് അബൌട്ട് ലെഫ്റ്റ് ഹെമിസ്ഫിയർ, there will be a lot of areas in left hemisphere. Left hemisphere തന്നെ different areas ഉണ്ട്. So ലെഫ്റ്റ് ഹെമിസ്ഫിയറിന്റെ ഡിഫറെന്റ് ഏരിയാസിനെ തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്ന, അവരെ തമ്മിൽ യുണൈറ്റ് ചെയ്യുന്ന ഫൈബേഴ്സിനെയാണ് that we call association fibers. So there will be long fibers and short fibers. Long fiber bundles ഉണ്ട്, short fiber bundles ഉണ്ട്. Long fibers ആണ് ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഏരിയാസിനെ കണക്ട് ചെയ്യുക. ഷോർട്ട് ഫൈബേഴ്സ് ഇസ് ജസ്റ്റ് ടു കണക്ട് ടു ദ അഡ്ജസന്റ് ഏരിയാസ്. അടുത്തുള്ള ഏരിയാസിനെ കണക്ട് ചെയ്യാണ് ഷോർട്ട് സബ് കോർട്ടിക്കൽ യു ഫൈബേഴ്സും. ഹെമിസ്ഫിയറിൽ തന്നെ ദൂരമുള്ള ഏരിയാസിനെ കണക്ട് ചെയ്യുന്നത് ലോങ് ഫൈബേഴ്സും ആണ്. നെക്സ്റ്റ് കംസ് പ്രൊജക്ഷൻ ഫൈബേഴ്സ്. പ്രൊജക്ഷൻ ഫൈബേഴ്സ് എവിടെയാ കാണാൻ ചോദിച്ചാല് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലോട്ട് ഓഫ് എഫറന്റ് ആൻഡ് അഫറന്റ് ഫൈബേഴ്സ്. എന്താ ഇഫറന്റും അഫറന്റും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഏതായിരുന്നു ഇഫറന്റും അഫറന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വാട്ട് ഇസ് ദ മെയിൻ ഡിഫറൻസ്? What is the main difference efferent and afferent? പെട്ടെന്ന് പറയൂ, സമയമില്ല. Information passes to the CNS from the CNS. ഒരാൾ ബ്രെയിനിലോട്ട് കൊണ്ടുവരുന്നതും ഒരാൾ ബ്രെയിനിൽ നിന്ന് കൊണ്ടുപോകുന്ന ആളുമാണ് അല്ലെ? അല്ലെങ്കിൽ സ്പൈനൽ കോഡിലോട്ട് ഇൻഫോർമേഷൻസിനെ കൊണ്ടുവരുന്ന ആളും കൊണ്ടുപോകുന്ന ആളും. അപ്പം ആരാണ് ഈ CNS-ലോട്ട് ഇൻഫോർമേഷൻസ് കൊണ്ടുവരുന്ന ആള്? ഏത് ഫൈബർ ആണ്? Afferent. Yeah, good. Efferent is what the information they collect and they carry to the other part of the body. Okay. അപ്പം ഇവിടെ മെയിൻ ആയിട്ട് ഇഫറന്റും അഫറന്റും വരുമ്പോൾ തന്നെ we can understand that there is a role of brain and spinal cord. So കോർട്ടെക്സിനെയും ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും കൂടി കണക്ട് ചെയ്യുന്ന ഫൈബേഴ്സ് ആണ് പ്രൊജക്ഷൻ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. These are the fibers that unite cortex with lower part of brain and spinal cord. And comes third one, commissural fibers. This is what we need.
ഇവിടെ ഇത്രയും കാലം നമുക്ക് അസോസിയേഷൻ ഫൈബേഴ്സും പ്രൊജക്ഷൻ ഫൈബേഴ്സും ഒക്കെ ആയിരുന്നു വേണ്ടിയിരുന്നത്. Now we need commissural fibers, that is, it mainly join two hemispheres. Two hemispheres നെയാണ് എന്ത് ചെയ്യുക, join ചെയ്യുക and include principally the corpus callosum, the anterior commissure, the fornix and habenular commissure. Corpus fibers തന്നെ മെയിൻ ആയിട്ട് 4 എണ്ണം ഉണ്ട്. Corpus callosum, anterior commissure, fornix and habenular commissure. Clear ആണോ? ഈ 3 types of fibers that are seen in neocortex. കേട്ടില്ലേ പറഞ്ഞത്? ഒന്നുകൂടെ പറയോ? Okay. Third one is commissural fibers. Commissural fibers in the main function എന്ന് പറഞ്ഞാൽ it is to connect two hemispheres. രണ്ട് ഹെമിസ്ഫിയറിനെ കണക്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് commissural fibers ഉള്ളത്. And this includes mainly corpus callosum, anterior commissure, the fornix and the habenular commissure. ഈ 4 ഭാഗങ്ങളാണ് commissural fibers ഉള്ളത്. commissural fibers ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന commissural fibers കൊണ്ട് നിർമ്മിച്ച സ്ട്രക്ചേഴ്സ് ആണ് ഈ 4 പേരും. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? To connect or to join two hemispheres. Clear ആണോ? Is that clear? Okay. So ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. I don't know എത്രത്തോളം ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. എനിവേസ് നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. കുറച്ച് ഏരിയാസ് ആണ് പറയുന്നത് കേട്ടോ. ബ്രെയിൻ ഏരിയാസ് ആണ് പറയുന്നത്. അപ്പം ഏറ്റവും ലാസ്റ്റ് നമുക്ക് കാണാം അസോസിയേഷൻ ഫൈബേഴ്സ് എവിടെയാണെന്നുള്ളത്, കമ്മീഷണൽ ഫൈബേഴ്സ് എവിടെയാണുള്ളത്. അതിൽ തന്നെ കോർപ്പസ് കലോസം പ്രത്യേകം കാണിക്കുന്നുണ്ട് ആൻഡ് പ്രൊജക്ഷണൽ ഫൈബേഴ്സും ഉണ്ട്. ഓക്കെ, ഇനി അസോസിയേഷൻ ഫൈബേഴ്സ് പറയുകയാണെങ്കിൽ അസോസിയേഷൻ ഫൈബേഴ്സ് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു ലോങ്ങും ഉണ്ടാവും ഷോർട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇത് ഏതൊക്കെയാണ് അസോസിയേഷൻ ഫൈബേഴ്സിന്റെ ഏരിയാസ് എന്നാണ് പറയുന്നത്. ഷോർട്ട് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാല് അഡ്ജസന്റ് ആയിട്ടുള്ള ഗൈറസ് നിങ്ങൾക്ക് അറിയാലോ എന്താന്നുള്ളത്, സൽക്കസും ഗൈറസും ഒക്കെ എന്താന്ന് അറിയാലോ. അപ്പം അഡ്ജസന്റ് ഗൈറിനെ കണക്ട് ചെയ്യുന്നതാണ് ഷോർട്ട് ഫൈബേഴ്സ്. ലോങ് ഫൈബേഴ്സ് ഡിസ്റ്റന്റ് ആയിട്ട് കിടക്കുന്ന ഏരിയാസിനെ കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെ ഏരിയാസ് ആണ് ചോദിച്ചാല് superior longitudinal fasciculus, arcade fasciculus, inferior longitudinal fasciculus, cingulus, അതായത് septal area, cingulate area and para. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടോ മാം? സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല? ഇല്ല, കാണുന്നില്ല. വെയിറ്റ് എന്ന് പറയണ്ടേ, ആയിട്ടുണ്ടാവില്ല. വെയിറ്റ്, ഞാൻ നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ക്ലാസ് അങ്ങനെ എടുത്തു പോണേ. സോറി. ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. വെരി, നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തു പോണതേ. നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്ത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഓക്കെ, നോ പ്രോബ്ലം. ഇതാണ് 3 അസോസിയേഷൻ ഏരിയാസിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇവിടെ ഈ ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടേക്കാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോ ഈ ഏരിയാസിനെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഞാൻ അയച്ചു തരുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നോക്കുക. ഇതിൽ കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അസോസിയേഷൻ ഫൈബേഴ്സ് ആണ് നമ്മൾ പറഞ്ഞ ഇപ്പോ, അതായത് ഷോർട്ട് ഫൈബേഴ്സും ലോങ് ഫൈബേഴ്സും ഉണ്ട്. ഷോർട്ട് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ളതാ. ഇവിടെയൊക്കെ ഗൈറസുകൾ കണ്ടോ, ഈ ഗൈറസിനൊക്കെ ഇവിടെയുള്ള ഗൈറസിനൊക്കെ എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യുന്നതാണ്. അടുത്തടുത്തുള്ള ഇതാണ് യു ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ യു ഷേപ്പ് ആണ്, അതായത് അടുത്തടുത്തുള്ള ഗൈറസിനൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിൽ. ഇനി ലോങ് ഫൈബേഴ്സിന്റെ മെയിൻ റോൾ എന്താ ചോദിച്ചാല്, ഇവിടെ കിടക്കുന്ന സുപ്പീരിയർ ലോഞ്ചിറ്റ്യൂഡ് ഫാസിക്കുലേറ്റിനെയും പിന്നെ ഇവിടെ കിടക്കുന്ന ഈ ഫാസിക്കുലസിനെയും കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആർക്കേഡ് ഫാസിക്കുലസിനെയും ഇൻഫീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ ഫാസിക്കുലസിനെയും കണക്ട് ചെയ്യുക. ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസിലുള്ള ആൾക്കാരെ കണക്ട് ചെയ്യാം. ഇപ്പൊ ഏതൊക്കെ ഏരിയാസിനെ കണക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തത്. അതില് സെപ്റ്റൽ ഏരിയ ഉണ്ട്, സിംഗുലേറ്റ് ഏരിയ ഉണ്ട്,
ക്യാമ്പൽ ഗൈറ ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ഏരിയാസ് ഉണ്ട്. അപ്പം ഇവിടെ അൺസിനേറ്റ് ഫാസിക്കുലസ് എന്ന് പറയുന്ന ഒരു കണക്ഷൻ കാണിക്കുന്നത് കണ്ടോ, ഇവിടെ കാണുന്നുണ്ടോ? പോയിന്റർ കാണുന്നുണ്ടോ? അൺസിനേറ്റ് ഫാസിക്കുലസിന്റെ മെയിൻ റോൾ എന്താ വെച്ചാല് ഓർബിറ്റൽ ഫ്രണ്ടൽ ഗൈറയിനെയും ടെമ്പോറൽ പോളിനെയും കണക്ട് ചെയ്യുക. ഇതാണ് ഇത് കണ്ടോ, ടെമ്പോറൽ പോളിനെയും ഓർബിറ്റൽ ഫ്രണ്ടൽ ഗൈറ, ഇവിടെ ഉള്ള ഇത് ഫ്രണ്ടൽ ഗൈറയാണ്. ഈ ഫ്രണ്ടൽ ഗൈറയിനെയും ഇവിടെ ഉള്ള ടെമ്പോറൽ പോളിനെയും കണക്ട് ചെയ്യുന്നതാണ് ഇതിന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഫൈബേഴ്സ് വരുന്നത്. ഷോർട്ടും ഉണ്ട് ലോങ്ങും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇതല്ല കൂടുതലായിട്ട് പഠിക്കേണ്ടത്, കമ്മീഷണൽ ഫൈബേഴ്സ് ആണ്. ഇനി വരുന്നുണ്ട് ഏരിയ വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us, ദാറ്റ് ഇസ് കമ്മീഷണൽ ഫൈബേഴ്സ്. കമ്മീഷണൽ ഫൈബേഴ്സിൽ 4 ഏരിയാസ് ആണെന്നാ പറഞ്ഞിരുന്നത്. അതിൽ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? ആന്റീരിയർ കമ്മീഷറെ, പോസ്റ്റീരിയർ കമ്മീഷറെ, ഹെബേനുലാർ കമ്മീഷറെ, കോർപ്പസ് കലോസം. നേരത്തെ ഫോർണിക്സ് എന്ന് പറഞ്ഞിരുന്നു. ഫോർണിക്സിന് പകരമാണ് പോസ്റ്റീരിയർ കമ്മീഷണർ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ആന്റീരിയർ കമ്മീഷർ എന്ന് പറയുന്നത് എവിടെയാണ് മെയിൻ ആയിട്ട് കാണുക ചോദിച്ചാല് ടെമ്പോറൽ ഗൈറയിലും ഓൾഫാക്ടറി ഏരിയാസിലൊക്കെയാണ് ഈ ഉള്ളൊരു കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ഇവിടെ കണ്ടോ, ഇതാണ് ആന്റീരിയർ കണക്ഷൻ, ആന്റീരിയർ കമ്മീഷർ എന്ന് പറയുന്നത്. പോസ്റ്റീരിയർ കണക്ഷൻ എന്ന് പറഞ്ഞാല് എവിടെയാ പോസ്റ്റീരിയർ ആയിട്ട് എവിടെ ഉണ്ടാവുക? പോസ്റ്റീരിയർ എവിടെ ആയിരിക്കും? ആന്റീരിയറിന്റെ അടുത്ത പോളിലെ ഇവിടെയാണ് പോസ്റ്റീരിയർ കണക്ഷൻസ് വരിക. പോസ്റ്റീരിയർ കണക്ഷൻ കൂടുതലായിട്ടും ഓപ്റ്റിക് ഏരിയാസ് ആണ്, വിഷൻ റിലേറ്റഡ് ആയിട്ടാണ് പോസ്റ്റീരിയർ കമ്മീഷർ വരിക. ആന്റീരിയർ കമ്മീഷൻ ഓൾഫാക്ടറി റിലേറ്റഡ് ആണ്. ഹെബനുലാർ കമ്മീഷണർ എന്ന് പറയുന്നത് ഓൾഫാക്ഷൻ ആണ്. ഓൾഫാക്ഷൻ ആന്റീരിയർ കമ്മീഷന്റെ പോലെ തന്നെ ഹെബനുലാർ ന്യൂക്ലിയൈനെ എന്തിനാണ്? ഓൾഫാക്ഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്കിതാ ഈ സെൻട്രലിലുള്ള ആളെയാണ് നമുക്ക് വേണ്ടത്, കോർപ്പസ് കലോസം. കോർപ്പസ് കലോസം ആണ് 2 ഹെമിസ്ഫിയേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. കോർപ്പസ് കലോസം. ഇനി കോർപ്പസ് കലോസത്തിന്റെ അനാറ്റമി നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. കോർപ്പസ് കലോസത്തിന് വിളിക്കുന്ന വേറൊരു പേരാണ് കൊളോസൽ കമ്മീഷർ. എന്താണ്? കൊളോസൽ കമ്മീഷർ. സോ കൊളോസൽ കമ്മീഷർ എന്ന് എവിടെയെങ്കിലും കണ്ടാല് ഇറ്റ് ഈസ് കോർപ്പസ് കലോസം. ആൻഡ് ഇറ്റ് ഈസ് എ വൈഡ്, ഭയങ്കര വൈഡ്, നല്ല വീതിയുള്ള ഫ്ലാറ്റ് ബണ്ടിൽ ഓഫ് ന്യൂറൽ ഫൈബേഴ്സ് ആണ് കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് സീൻ ഇൻ ദ ബിനീത്ത് ദ കോർട്ടെക്സ്. കോർട്ടെക്സിന്റെ താഴെ ആയിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുക. അതേപോലെ തന്നെ അവിടെ ഉണ്ടാവുന്നത് ലോഞ്ചിറ്റ്യൂണൽ ഫിഷേഴ്സ് ആയിരിക്കും. ബ്രെയിനിന്റെ തന്നെ കോർട്ടെക്സിന്റെ താഴെ ആയിട്ടാണ് നമുക്ക് എന്ത് കാണാൻ കഴിയുക? ഒരു ബണ്ടിൽ ഓഫ് ന്യൂറൽ ഫൈബേഴ്സിനെ കാണാൻ കഴിയുക. ഈ ബണ്ടിൽ ഓഫ് ന്യൂറൽ ഫൈബേഴ്സിനെ നമ്മൾ കൊളോസൽ കമ്മീഷർ അല്ലെങ്കിൽ കോർപ്പസ് കലോസം എന്ന് വിളിക്കും. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു കണക്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയേഴ്സ് ആൻഡ് ഫെസിലിറ്റേറ്റ് ഇന്റർ ഹെമിസ്ഫിയറിക് കമ്മ്യൂണിക്കേഷൻ. അതായത് 2 ഹെമിസ്ഫിയേഴ്സിനെ കണക്ട് ചെയ്തിട്ട് അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുക എന്നാണ് കോർപ്പസ് കലോസത്തിന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത്. പിന്നെ ഈ കോർപ്പസ് കലോസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് വൈറ്റ് മാറ്റർ സ്ട്രക്ചർ. ലാർജസ്റ്റ് ബ്രെയിനിലുള്ള ലാർജസ്റ്റ് വൈറ്റ് മാറ്റർ സ്ട്രക്ചർ ആണ് കോർപ്പസ് കലോസം. അപ്പം ഇനി നിങ്ങൾ നെറ്റ് എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് കോർപ്പസ് കലോസം ലാർജസ്റ്റ് വൈറ്റ് മാറ്റർ സ്ട്രക്ചർ ഏതാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് കോർപ്പസ് കലോസം, വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡെൻസ് മൈലിനേറ്റഡ് ഫൈബേഴ്സ്. ഒരുപാട് മൈലിനേറ്റഡ് ഫൈബേഴ്സ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. യൂഷ്വലി ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേപോലെ 2 ഹെമിസ്ഫിയർ, ഹോമലോഗസ് ടെറിട്ടറീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഹോമലോഗസ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹോമലോഗസ്? ഒരേപോലത്തെ. അതെ. അപ്പൊ 2 ഹെമിസ്ഫിയറിലും ഒരേപോലത്തെ ഏരിയാസ് ഉണ്ടാവും. ആ സെയിം ഏരിയാസിനെ തമ്മിൽ കണക്ട് ചെയ്യാണ് നമ്മുടെ മെയിൻ ആരുടെ റോള്? കോർപ്പസ് കലോസത്തിന്റെ റോള്. ഇപ്പം ലെഫ്റ്റ് ഹെമിസ്ഫിയറിൽ ഒരു ടെമ്പോറൽ പാർട്ട് ഉണ്ടെങ്കിൽ റൈറ്റ് ഹെമിസ്ഫിയറിലും എന്തുണ്ട്? ടെമ്പോറൽ പാർട്ട് ഉണ്ട്. സോ ഈ 2 ടെമ്പോറൽ പോൾസിനെയും നമ്മൾ കണക്ട് ചെയ്യുന്ന റോള് അല്ലെങ്കിൽ പ്രീഫണ്ടൽ ഏരിയാസിനെ കണക്ട് ചെയ്യുന്ന റോള്, ഇതാണ് കോർപ്പസ് കലോസത്തിനുള്ളത്.
And the dense compact nature of the white matter tracts relates to the adjacent hemispheric white matter, makes it barrier to flow of interstitial edema and tumor spread. അതായത് മെയിൻ ആയിട്ട് ഇങ്ങനെയുള്ള ഡെൻസ് കോമ്പാക്ട് നേച്ചർ ആണ് നമ്മുടെ ഹെഡിന്, അതായത് നമ്മുടെ ബ്രെയിനിന് എന്തെങ്കിലും ഇഞ്ചുറി വന്നാല് എഡിമ ഉണ്ടാവുമല്ലോ. എന്ത് എഡിമ എന്ന് പറഞ്ഞാല് സ്വെല്ലിങ്, എന്തെങ്കിലും ഒരു സ്വെല്ലിങ് ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മെയിൻ റോളാണ് ആർക്കുള്ളത്, ഈ ഒരു കോർപ്പസ് കലോസത്തിൽ നിന്നുള്ളത്. കാരണം അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെൻസ് ആണ്. സോ ഇൻ കേസ് ഓഫ് എനി ട്രോമാസ് ഓർ ഇഞ്ചുറീസ്, എഡിമ ഉണ്ടെങ്കിൽ അതിനെ വല്ലാതെ എല്ലായിടത്തും ഫ്ലോ ചെയ്യാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഒതുക്കി കൂട്ടുന്നത്, അതിനെ ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? കോർപ്പസ് കലോസ് ആണ്. അതേപോലെ ഈ ബ്രെയിൻ ട്യൂമേഴ്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ, ബ്രെയിൻ ട്യൂമേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യാതെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അതിനെ ബാരിയർ ആയിട്ട് അവിടെ ഒരു ഹിൻഡ്രൻസസ് ആയി നിന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? കോർപ്പസ് കലോസ് ആണ്. എന്തുകൊണ്ടാണ് ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് വെച്ചാൽ അതിന് അത്രയും ഡെൻസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഉള്ളത്. സോ ഫെർദർ ആയിട്ടുള്ള ഒരു ഫ്ലോയോ സ്പ്രെഡോ ഒന്നും ആര് പ്രൊമോട്ട് ചെയ്യില്ല? കോർപ്പസ് കലോസം പ്രൊമോട്ട് ചെയ്യില്ല. അപ്പം ഒരു കണക്ഷൻ എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ ഒരിക്കലും കോർപ്പസ് കലോസത്തിന്റെ ഫംഗ്ഷനെ ചുരുക്കാൻ പാടില്ല. ഇറ്റ് ഈസ് എ മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർ ഹെമിസ്ഫറിക് കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്ലസ് നമ്മൾ അറിയാതെ പോകുന്ന ഒരു ഫംഗ്ഷൻ ആണ് ആക്ച്വലി ഇതിന്റെ ഡെൻസ് കോമ്പാക്ട് നേച്ചർ കാരണം ഇറ്റ് ആക്ട് ആസ് എ ബാരിയർ. എന്തിനാണ് ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ടു ദ ഫ്ലോ ഓഫ് ഇന്റർസ്റ്റീഷ്യൽ എഡിമ ആൻഡ് ട്യൂമർ സ്പ്രെഡ്. അപ്പൊ താഴെ ഇതിന്റെ ഒരു ക്രോസ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യാ, നോക്കുക കേട്ടോ, അതിന്റെ ഏരിയാസ് ഒക്കെ. ഇതാ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കോർപ്പസ് കലോസത്തിനെ നോക്കാം. ഒരു 5 ഏരിയാസിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്പ്ലീനം, ബോഡി, ജീനു, റോസ്ട്രം ആൻഡ് എസ്തമസ്. ഇതൊക്കെ എന്താണെന്നൊന്ന് നോക്കാം നമുക്ക്. പോസ്റ്റീരിയർ പോർഷൻ ഓഫ് ദി കോർപ്പസ് കലോസം ഇസ് കോൾഡ് സ്പ്ലീനം. അതായത് പോസ്റ്റീരിയർ പോർഷൻ ആണ് എന്ത് പറയുന്നത്? സ്പ്ലീനം എന്ന് പറയുന്നത്. പോസ്റ്റീരിയർ ഏറ്റവും താഴെയുള്ള അല്ലെ, ബാക്കിലായിട്ട് വരുന്നത്. ആന്റീരിയർ ഇസ് കോൾഡ് ജേനു. അത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാന്നുള്ളത് നിങ്ങൾ നോക്കി പഠിച്ചോണ്ടു. ഗെനു എന്നോ ഗെനു ഒക്കെ ആയിരിക്കണം. ഐ ഡോണ്ട് നോ. ഞാൻ ആദ്യമായിട്ടാണ് കോർപ്പസ് കലോസം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. സോ ആന്റീരിയർ പോർഷനെ നമ്മൾ ഗെനു എന്ന് പറയാം. ഓക്കെ, ബാക്കിനെ നമ്മൾ സ്പ്ലീനം എന്ന് പറയും. ബോഡി എന്ന് പറയുന്നത് ഏതാണ്? 2 ഏരിയാസിന് നടുവിലുള്ള ആളാണ് ബോഡി എന്ന് പറയുന്നത്. പിന്നെ the part between the body and splenum is called isthmus. പിന്നെ റോസ്ട്രം എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. റോസ്ട്രം part of corpus callosum that project posteriorly and inferiorly from the anterior most genu, as can see on the sagittal image of brain. അതായത് ഇവിടെ ഈ ഒരു ഭാഗമാണ്, ഈ ഒരു ഏരിയ, ഈ ഒരു ബീക്ക് ലൈക്ക് സ്ട്രക്ചർ കണ്ടോ? അതായത് ഒരു ബേർഡിന്റെ ചുണ്ട് പോലെ കണ്ടോ? ഇവിടെ മനസ്സിലാവുണ്ടോ? ഒരു ബീക്ക് ലൈക്ക് സ്ട്രക്ചർ കാണുന്നുണ്ടോ? ഈ ബീക്ക് ലൈക്ക് സ്ട്രക്ചറിനെയാണ് റോസ്ട്രം എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഈ ഒരു സ്പ്ലീനത്തിന്റെയും പിന്നെ ഗനുടെയും നടുവിൽ നിൽക്കുന്ന ഈ ഒരു പോർഷൻ. ഇനി ഇതിന്റെയൊക്കെ ബ്ലഡ് സപ്ലൈ എങ്ങനെ ചോദിച്ചാൽ, കോർപ്പസ് കലോസത്തിന് ഇറ്റ് ഹാസ് എ റിച്ച് ബ്ലഡ് സപ്ലൈ. റിലേറ്റീവ്ലി കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ് സപ്ലൈ ആണ് ഉള്ളത്. ഇനി എന്തെങ്കിലും ഒരു ഡാമേജ് എന്തെങ്കിലും വരികയാണെങ്കിൽ മാത്രമേ അവിടെ ഒരു അൺകോമൺ ആയിട്ട് ഒരു ഇൻകൺസിസ്റ്റന്റ് ഫ്ലോ വരുള്ളൂ. ഇനി ഇവർക്ക് വേണ്ട കോർപ്പസ് കലോസത്തിന് വേണ്ട ബ്ലഡ് സപ്ലൈ മെയിൻ ആയിട്ട് കൊടുക്കുന്ന വെയിൻസ് ഏതാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് പെരികലോസൽ ആർട്ടറീസ്. പെരികലോസൽ ആർട്ടറീസ് ആണ് ഈ ഒരു ബ്ലഡ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത്, കോർപ്പസ് കലോസത്തിന് വേണ്ട ബ്ലഡ് സപ്ലൈ പ്രൊമോട്ട് ചെയ്യുന്നത്. ആൻഡ്
പോസ്റ്റീരിയർ പെരിക്കലോസൽ ആർട്ടറീസ് ബ്രാഞ്ച് ഫ്രം, ആക്ച്വലി ഈ ആർട്ടറീസ് എവിടുന്നാ വരുന്നത് ചോദിച്ചാല് ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സെറിബ്രൽ ഏരിയാസ് എന്നാണ് ഈ ആർട്ടറീസ് വരുന്നത്. സോ ഇത്ര മനസ്സിലാക്കുക. കോർപ്പസ് കലോസത്തിന് ഒരുപാട് റിച്ച് ബ്ലഡ് സപ്ലൈ ഉണ്ട്. ആൻഡ് ദിസ് റിച്ച് ബ്ലഡ് സപ്ലൈ is given അല്ലെങ്കിൽ provided or supplied by pericallosal arteries which is branched from anterior and posterior cerebral hemispheres അല്ലെങ്കിൽ cerebral parts എന്ന് വേണമെങ്കിൽ പറയാം. ഇനി 80% ഈ ഒരു പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിന് കൊളോസൽ ഓഫ് കൊളോസൽ പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിൽ എന്താണ് ഈ ഒരു ബ്ലഡ് സപ്ലൈയിലായിരിക്കും പ്രശ്നം ഉണ്ടാവുക. അവരുടെ ആർട്ടറീസിനൊക്കെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ 3 ആർട്ടറിന്റെ കാര്യം പറയുന്നുണ്ട്. സബ് കൊളോസൽ ആർട്ടറി, മീഡിയൽ കൊളോസൽ ആർട്ടറി ആൻഡ് പോസ്റ്റീരിയർ പെരികൊളോസൽ ആർട്ടറി. അപ്പം സബ് കൊളോസൽ ആർട്ടറി എന്ന് പറഞ്ഞാല് ഒരു 50% ഓഫ് പേഷ്യൻസിലും എന്താണ് ഈ ഒരു പെരികൊളോസൽ ആർട്ടറി അല്ലാതെ ഇവർക്ക് ഈ പെരികൊളോസൽ ആർട്ടറിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ സബ് കൊളോസൽ ആർട്ടറി ആണ് ഇവർക്ക് വേണ്ട ബ്ലഡ് സപ്ലൈ കൊടുക്കുക. മനസ്സിലാവുണ്ടോ? പെരികൊളോസൽ ആർട്ടറിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ പേഷ്യൻസിലൊക്കെ സബ് കൊളോസൽ ആർട്ടറി എന്ന് പറയുന്ന ആർട്ടറി ആണ് ഈ പേഷ്യൻസിന് വേണ്ട ബ്ലഡ് സപ്ലൈ കൊടുക്കുക. ആക്ച്വലി ഇത് ഹൈപ്പോതലാമസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ആർട്ടറിയാണ്. ഈ ഹൈപ്പോതലാമസ് വരുന്ന ആർട്ടറി നേരെ കൊടുക്കുന്നത്, കണക്ട് ചെയ്യുന്നത് കോർപ്പസ് കലോസത്തിന്റെ റോസ്ട്രത്തിനെയും ഗനുവിനെയാണ്. ഇനി മീഡിയൽ കലോസൽ ആർട്ടറി എന്ന് പറഞ്ഞാൽ 30% ഓഫ് പേഷ്യൻസിൽ മാത്രമാണ് ഈ മീഡിയൽ കലോസൽ ആർട്ടറിന്റെ ഫംഗ്ഷൻ നമുക്ക് കാണാൻ കഴിയുക. ഇത് ഒന്നും കൂടെ സബ് കൊളോസൽ ആർട്ടറിന്റെ ഒന്നും കൂടിയും എക്സ്റ്റെൻഡഡ് വേർഷൻ ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. കാരണം ഇതിന് എന്താ വെച്ചാൽ സബ് കൊളോസൽ ആർട്ടറി ട്രാവൽ ചെയ്യുന്ന അതേ ഏരിയാസിലൂടെ തന്നെയാണ് മീഡിയൽ കലോസൽ ആർട്ടറിയും എന്ത് ചെയ്യുന്നത് കോർപ്പസ് കലോസത്തില് എത്തിച്ചേരുന്നത്. ഇനി ഒരു മിനിറ്റ്. ഓക്കെ, ഇനി പോസ്റ്റീരിയർ പെരികൊളോസൽ ആർട്ടറി ഉണ്ട്. ഈ പോസ്റ്റീരിയർ പെരികൊളോസൽ ആർട്ടറിനെ നമ്മൾ ഒരു പേരും കൂടെ വിളിക്കുന്നുണ്ട്, സ്പ്ലീനൽ ആർട്ടറി എന്ന് പറയും. സ്പ്ലീനൽ ആർട്ടറി ആക്ച്വലി ഇത് സ്പ്ലീനത്തിലോട്ടാണ് ഈ ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത്. ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത് എവിടുന്നാണ്? നേരെ കൊടുക്കുന്നത് സ്പ്ലീനത്തിലോട്ടാണ്. പക്ഷെ ഇത് എവിടുന്ന് ഒറിജിൻ ചെയ്യുന്നു? നേരത്തെ പറഞ്ഞു ഹൈപ്പോതലാമസ് വരുന്നതാണ്, അല്ലെങ്കിൽ ആന്റീരിയർ പോസ്റ്റീരിയർ സെറിബ്രൽ ഏരിയാസ് എന്ന് വരുന്നതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ ഒരു പോസ്റ്റീരിയർ പെരികൊളോസൽ ആർട്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എവിടുന്നാണ് അറൈസ് ചെയ്യുന്നത് എന്നുള്ളത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മനസ്സിലായോ? അപ്പോ കോർപ്പസ് കലോസത്തിന് വളരെ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ കിട്ടുന്നുണ്ട്. ഈ ബ്ലഡ് സപ്ലൈ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആള് പെരികൊളോസൽ ആർട്ടറീസ് ആണ്. പെരികൊളോസൽ ആർട്ടറീസ് മെയിൻ ആയിട്ട് വരുന്നത് എവിടുന്നാണ്? ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സെറിബ്രൽ ഏരിയാസ് എന്നാണ്. ഇനി പേഷ്യൻസിൽ ഈ പെരികൊളോസൽ ആർട്ടറീസ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ആർട്ടറീസും എന്ത് ചെയ്യും? ബ്ലഡ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യും. ആ ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ആൾക്കാരാണ് സബ് കലോസൽ ആർട്ടറി. സബ് കലോസൽ ആർട്ടറി ഉണ്ട്, പിന്നെ മീഡിയൽ കൊളോസൽ ആർട്ടറി ഉണ്ട്, പോസ്റ്റീരിയർ പെരികലോസൽ ആർട്ടറി ഉണ്ട്. സബ് കലോസൽ ആർട്ടറി എവിടുന്നായിരുന്നു എന്നാ പറഞ്ഞത്? ഹൈപ്പോതലാമസ് വരുന്നതും എത്തിച്ചേരുന്നത് എവിടെയാണ്? മീഡിയൽ പോർഷൻസ് ഓഫ് റോസ്ട്രം ആൻഡ് ഗെന്യൂ. മീഡിയൽ കൊളോസൽ ആർട്ടറി എവിടുന്നാണ്? ഇറ്റ് ഫോളോസ് ദ സെയിം ട്രാക്ട് ഓഫ് സബ് കൊളോസൽ ആർട്ടറി. Posterior pericallosal artery, it also known as splenal artery.
which reaches to the splenum but the origin is not known. Origin അറിയില്ല. എവിടെ നിന്നാണ് ഇത് അറൈസ് ചെയ്യുന്നത് എന്നുള്ളത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടെത്തിയിട്ടില്ല. അപ്പം ഇവിടെ പറയുന്നുണ്ട് ഓരോ ആഴ്ചയിലും എങ്ങനെ ഗ്രോത്ത് സംഭവിക്കും എന്നുള്ളത്. അതായത് ഏജ് റിലേറ്റഡ് ഗ്രോത്ത്, കോർപ്പസ് കലോസത്തിന്റെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് പറയുന്നത്. നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ, അതായത് ഗെസ്റ്റേഷണൽ പീരീഡിൽ 12 തൊട്ട് 20 വീക്സ് വരെയാണ് ഈ ഒരു ഡെവലപ്മെന്റ് നടക്കുക. ഫസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പസ് കലോസത്തിന്റെ നടക്കുക. അതായത് കോർപ്പസ് കലോസം ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഏത് ആഴ്ചയാകുമ്പോഴാണ്? 12th വീക്കിലാണ് ടു 20th വീക്ക്. ഇനി വേറെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക നമുക്ക് എത്ര വയസ്സാകുമ്പോഴാണ് ചോദിച്ചാല്, ആന്റീരിയർ പാർട്ട് ഓഫ് കോർപ്പസ് കലോസം ഡെവലപ്സ് ഡ്യൂറിങ് 3 to 6 ഇയേഴ്സ്. മെയിൻ ആയിട്ട് ഫ്രണ്ടൽ ലോബ് കണക്ഷൻസിനെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുക, 3 to 6. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കേണ്ട ഏജ് ഒക്കെ ഇതിന്റെ ഉള്ളിൽ വരണം എന്ന് പറയുന്നത്. ആ സമയത്താണ് അറ്റൻഷൻ, ഓർഗനൈസേഷൻ, പ്ലാനിങ് ബിഹേവിയേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അസോസിയേറ്റഡ് കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയം, അതായത് ഫ്രണ്ടൽ ലോബിന്റെ കണക്ഷൻസ് പ്രോപ്പർ ആയിട്ട് വരുന്നത് 3 to 6 ഇയേഴ്സിലാണ്. പോസ്റ്റീരിയർ റീജിയണിലുള്ള ഡെവലപ്മെന്റ് ഒക്കെ വരുന്നത് ഒരു 6 to 15 ഇയേഴ്സ് ആകുമ്പോഴാണ്. 6 to 15 ഇയേഴ്സ്. അതായത് പോസ്റ്റീരിയർ ഏരിയന്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പോറൽ ആൻഡ് പെറൈറ്റൽ ലോബ് കണക്ഷൻസ് ഒക്കെ വരുന്നത്. അതായത് ലെഫ്റ്റ് ഹെമിസ്ഫിയറിന്റെ ടെമ്പോറൽ ലോബും റൈറ്റ് ഹെമിസ്ഫിയറിന്റെ ടെമ്പോറൽ ലോബും, അല്ലെങ്കിൽ ലെഫ്റ്റിന്റെയും റൈറ്റിന്റെയും പെറൈറ്റൽ ലോബ്സ് തമ്മിലൊക്കെ ഉള്ള കണക്ഷൻസ് വരുന്നത് 6 to 15 ഇയേഴ്സ് ആവുമ്പോഴാണ്. ആക്ച്വലി ഇത് എന്തിനാണ്? ഇത് ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ട്, ലാംഗ്വേജ്, തിങ്കിങ്, സോഷ്യൽ കോഗ്നിഷൻ, ഇതിനെല്ലാം ആണ് ഈ ഒരു പോസ്റ്റീരിയർ കണക്ഷൻസ് എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. അപ്പം ഏകദേശം എത്ര ഏജോട് കൂടിയിട്ടാണ് നമ്മുടെ ആന്റീരിയർ പോസ്റ്റീരിയർ ഒക്കെ ഉള്ള കോർപ്പസ് കലോസം ഡെവലപ്പ് ചെയ്യുക? എപ്പോ തുടങ്ങിയിട്ട് എപ്പോഴാ അവസാനിക്കുന്നത് ഒന്ന് പറഞ്ഞേ. അതായത് 12th വീക്ക് ഓഫ് ഗെസ്റ്റേഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ഏതൊരു ഇയർ ആവുമ്പോഴാണ് ഇതിന്റെ ഡെവലപ്മെന്റ് ഏകദേശം ആയി എന്ന് പറയുന്നത്? 15 ഇയേഴ്സ്. അപ്പം ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഉള്ളത് എന്നുള്ളത് നോക്കുക കേട്ടോ. ഇനി കോർപ്പസ് കലോസത്തിന്റെ ഫങ്ഷൻസ്, ഈ ഏരിയാസിന്റെ ഫങ്ഷൻസ് ആണ്. ഗനുവിന്റെ കണക്ഷൻ എന്ന് പറഞ്ഞാല് ബ്രെയിനിന്റെ 2 ഹെമിസ്ഫിയറിന്റെയും പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിനെയാണ് ഗനു കണക്ട് ചെയ്യുക. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിനെ ഗനു കണക്ട് ദ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ബിറ്റ്വീൻ two halves ഓഫ് ദി ബ്രെയിൻ. 2 ബ്രെയിനിന്റെയും, അതായത് 2 ഹെമിസ്ഫിയറിന്റെയും പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിനെയാണ് ഗനു കണക്ട് ചെയ്യുക. മിഡ് ബോഡി ആൻഡ് സ്പ്ലീനം കണക്ട് ചെയ്യുന്നത് പ്രീ മോട്ടാർ ആൻഡ് സപ്ലിമെന്ററി മോട്ടോർ റീജിയൻ ആൻഡ് മോട്ടോർ കോർട്ടെക്സ്. മോട്ടോർ ഏരിയാസിനെയാണ് സ്പ്ലീനം കണക്ട് ചെയ്യുക. പോസ്റ്റീരിയർ ബോഡി, പോസ്റ്റീരിയർ ഏരിയാസ് കണക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്? സെൻസോസൊമാറ്ററി ഇൻഫോർമേഷൻസിനെ. അതായത് സെൻസോസൊമാറ്ററി എന്ന് പറയുമ്പോൾ ആരായിരിക്കും വരിക? പെറൈറ്റൽ ലോബ്, വിഷ്വൽ സെന്റർ, ഓസിപ്പിറ്റൽ ലോബ് പ്ലസ് ടെമ്പോറൽ ലോബിന്റെ ഒരു ഏരിയയും വരും. കാരണം അവിടെയും സെൻസേഷൻസ് നടക്കുന്നുണ്ട്. സോ ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇത് ചിലപ്പം ഇവർ ഈ ഏജൻസീസ് കൊണ്ട് ഉദ്ദേശിച്ചത് ജനസിസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഏരിയാസ് ഓഫ് കോർപ്പസ് കലോസ ആയിരിക്കണം. അപ്പൊ ഓരോ ഏരിയാസ് ഏതാണെന്നും ആ ഏരിയാസ് കണക്ട് ചെയ്യുന്നത് ഏതാണെന്നും അതിന്റെ ഫംഗ്ഷനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഗനു പ്രീഫ്രണ്ടൽ ഏരിയാസിനെയും മിഡ് ബോഡി ആൻഡ് സ്പ്ലീനം മോട്ടോർ ഏരിയാസിനെയും പോസ്റ്റീരിയർ ബോഡി സൊമാറ്റോ സെൻസറി ഏരിയാസിനെയും ആയിരിക്കും കണക്ട് ചെയ്യുക. ക്ലിയർ ആണോ? ഇനി വരാൻ പോകുന്നത് ജനസിസ് ഓഫ് കോർപ്പസ് കലോസ ആണ്. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഏജൻസീസ് കാണുന്നേ ഇല്ല. ജനസിസ് മാത്രമാണ് കാണുന്നത്. സോ ഏജൻസീസ് അഥവാ ഇനിയും ഏജൻസീസ് ആണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കോർപ്പസ് കലോസത്തിന്റെ സ്ട്രക്ചറും അനാറ്റമി ഫംഗ്ഷനും എക്സ്പ്ലെയിൻ ചെയ്യുക. അതോടൊപ്പം സമയം ഉണ്ടെങ്കിൽ ഏജനസിസ് എന്താണെന്നൊന്ന് മെൻഷൻ ചെയ്യുക. ഈവൻ അവർ ഏജനസിസ് ആണെങ്കിലും ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം ഇതുവരെ കോർപ്പസ് കലോസത്തിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ? ക്ലിയർ ആയിരുന്നോ?
ഓക്കെ, അപ്പൊ Yes, നിങ്ങൾ ma'am. ഇനി ഒരു കാര്യം കൂടി ചെയ്യണം. കോർപ്പസ് കലോസത്തിന്റെ സ്പ്ലിറ്റ് ബ്രെയിൻ സ്റ്റഡീസ് നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ബ്രെയിൻ സ്റ്റഡീസിന്റെ വല്ല എസ്സേയും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കോർപ്പസ് കലോസം അതിന്റെ ഉള്ളിൽ എഴുതണം. കോർപ്പസ് കലോസത്തിന്റെ സ്പ്ലിറ്റ് ആണ് മെയിൻ ആയിട്ട് സ്പ്ലിറ്റ് ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ കോർപ്പസ് കലോസത്തിന് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് വരയ്ക്കാൻ പറ്റുമെങ്കിൽ വരച്ച് അതിന്റെ ഷേപ്സ് ഒന്ന് അതിന്റെ ഫംഗ്ഷൻ ഒന്ന് പറയുക. അപ്പൊ പറയാം എന്ത്, ഇങ്ങനെ ഇങ്ങനെ കണക്ഷൻസ് ഉണ്ട്, ഗെനു അതിനെയാണ് കണക്ട് ചെയ്യുന്നത്, സ്പ്ലീനം ഇതിനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു ഇത് സ്പ്ലിറ്റ് വരുമ്പോ ഈ ഉള്ള ഫംഗ്ഷനൊക്കെ ഇത് എഫക്ട് ചെയ്യും. അപ്പൊ അതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ഒരു പോർഷൻ പഠിച്ച ആ പോർഷനിൽ മാത്രം ആ ഒരു ഇൻഫോർമേഷൻ ഒതുക്കരുത്, വേറെ പോർഷനിലോട്ട് അതിനെ റിലേറ്റ് ചെയ്യാൻ പഠിക്കണം. സോ ഞാൻ നാളെ ഇത് എടുക്കുന്നുള്ളൂ കേട്ടോ, ഏജനസിസ് എടുക്കുന്നുള്ളൂ. നമുക്ക് നാളെ എടുക്കാം ഏജനസിസ്. ഓക്കെ, Okay, ma'am. ഞാൻ അധികം ഇൻഫോർമേഷൻസ് തരുന്നില്ല, നമുക്ക് സ്ട്രക്ചർ മാത്രം പഠിച്ചിട്ട് ഏജനസിസ് കുറച്ചുണ്ട്. അപ്പൊ നാളെ നമുക്ക് എടുക്കാം ഏജനസിസ്. ഞാൻ എന്താണെന്നറിയാം, ഈ ഒരു കമ്മ്യൂണിക്കേഷന് പിന്നെ പെട്ടെന്ന് എനിക്കും തന്നെ പറയാൻ സുഖമാണ്, മറ്റേ വാട്സപ്പ് ആവുമ്പോ ബുദ്ധിമുട്ടാ. സോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോണ്ടാക്ട് മീ. ഓക്കെ, Okay, ma'am. ഓക്കെ, താങ്ക് യു.